സ്റ്റോക്ക്ഹോം സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബാൾട്ടിക് സീയിലുള്ള 14 ഐലൻഡ്സ് ഒരുമിച്ച് ചേർന്ന ഒരു ഏരിയയാണ്. അവിടെ തന്നെയാണ് ഈ ലേക്ക് മാലേരാനും ബാൾട്ടിക് സീയും കൂടി യോജിക്കുന്ന സ്ഥലവും. അപ്പോൾ അതുകൊണ്ട് എന്താ സ്റ്റോക്ക്ഹോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈസ്റ്റേൺ സൈഡ് പോയി കഴിഞ്ഞാൽ ബാൾട്ടിക് സീയും മറ്റേ സൈഡ് പോയി കഴിഞ്ഞാൽ മാലേരാൻ ലേക്കുമാണ്. യൂറോപ്പിലെ മാത്രമല്ല, എനിക്കൊന്ന് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആർക്കിപ്പെലാഗോസ് ആണ് സ്റ്റോക്ക്ഹോമിലുള്ളത്. ആർക്കിപ്പെലാഗോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബാൾട്ടിക് സീയുടെ ഉള്ളിലോട്ട് കൂടുതൽ പോകുന്നതിനനുസരിച്ച് ഒരു 30,000 ഐലൻഡ്സ് ആണ് ഈ സ്റ്റോക്ക്ഹോമിലുള്ളത്. ഇതേപോലെ ആർക്കിപ്പെലാഗോസ് നമുക്ക് ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ജപ്പാൻ അങ്ങനെ വേറെ കുറേ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ സ്റ്റോക്ക്ഹോമിലെ വളരെ വലുതാണ്. ഇപ്പോൾ സ്റ്റോക്ക്ഹോമിലെ മെയിൻ സെൻറ്ററിൽ പോയാൽ നമുക്ക് ധാരാളം ഫെറി സർവീസസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഈ ആർക്കിപ്പെലാഗോ ടൂർ പാക്കേജ് ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഒരു ബോട്ട് സർവീസിൽ അവർ നമ്മളെ കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ആ ആർക്കിപ്പെലാഗോയുടെ ചുറ്റും ഒന്ന്, ആ ഐലൻഡ്സിൻ്റെ ചുറ്റും ഒന്ന് നമുക്ക് കാണിച്ചു തന്ന് അതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരും. ഈ ഐലൻഡ്സ് ഇങ്ങനെ ഒരു നാച്ചുറൽ ഫോർമേഷൻ പോലെയാണ്. ചിലത് വോൾക്കാനിക് ആക്ടിവിറ്റി കൊണ്ട്, ചിലത് കോറൽ റീഫിൻ്റെ ഗ്രോത്ത്, പിന്നെ ഇറോഷനോ അല്ലെങ്കിൽ ഇങ്ങനെ സീ ലെവൽ റൈസ്, അങ്ങനെയൊക്കെ ഓരോരോ റീസൺ കൊണ്ടാണ് ഈ ഐലൻഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. മഴയും തണുപ്പും കാരണം കുറച്ചൊരു ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ ബോട്ടിൽ വേറെ ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ആരും മുകളിലത്തെ ഡെക്കിൽ വന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നു. ഇങ്ങനെ അവിടുന്ന് കാണാൻ നല്ല രസമായതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു. ഇതിൽ തന്നെ വളരെ കുറച്ച് ഐലൻഡ്സിലെ ആൾക്കാർ താമസമുള്ളൂ. പിന്നെ സമ്മർ ആകുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഈ ടൂറിസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോളിഡേ ഹോംസ്, പിന്നെ അങ്ങനത്തെ കഫേസ് അങ്ങനത്തെയൊക്കെ ആയിട്ട് ടെമ്പററി ആയിട്ട് കുറച്ച് തുറക്കും. പിന്നെ ഈ ഐലൻഡ്സിലേക്ക് ഫെറി സർവീസ് ചില സമയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോയിട്ട് ആളുകൾ ട്രെക്കിംഗ് ചെയ്യും, എന്നിട്ട് സൈക്ലിംഗ് ചെയ്യും. പിന്നെ അവിടുത്തെ കഫേസിലൊക്കെ പോയി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞങ്ങൾക്കത് സമയം കുറച്ച് കഷ്ടിയായതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഫെറി എടുത്തിട്ട് അവിടെ കുറേ മ്യൂസിയങ്ങളുള്ള ഒരു ഐലൻഡ് ഉണ്ട്. ദുർഗ് ഗാർഡൻ എന്നാണ് ഐലൻഡിൻ്റെ പേര്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ട് ഒരു വാസ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷിപ്രക്കിൻ്റെ മ്യൂസിയം ഉണ്ട്. അത് കാണാനായിട്ട് ഞങ്ങൾ പോയി. സ്റ്റോക്ക്ഹോമിനെ വെനീസ് ഓഫ് ദി നോർത്ത് എന്നാണല്ലോ വിശേഷിപ്പിക്കാറ്. അത് വളരെ ശരിയാണ്. എവിടെ നോക്കിയാലും വെള്ളമാണ് ഇവിടെ. ഞങ്ങൾ അവിടെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അവിടെ കുറേ ഇങ്ങനെ ചെറിയ തോണികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണതെന്ന് മനസ്സിലായില്ല. എന്നാലും അതൊരു നമുക്ക് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഈ ഐലൻഡിൽ ധാരാളം മ്യൂസിയങ്ങളാണ്. എവിടെ തിരിഞ്ഞാലും മ്യൂസിയങ്ങളാണ്. അപ്പം മ്യൂസിയം ഇഷ്ടമുള്ളവർക്കും നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തും കാണാനേ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാം കൂടി കാണാൻ പറ്റില്ല. അവിടെ മെയിനായിട്ടുള്ള മ്യൂസിയം അബ്ബ മ്യൂസിയം, പിന്നെ നോർഡിക് മ്യൂസിയം, പിന്നെ സ്കാൻസൺ മ്യൂസിയം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ സ്റ്റോക്ക്ഹോമിൽ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും അല്ലെങ്കിൽ എല്ലാ ബിൽഡിങ്സും ഒരു റെഡാണ് കളർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ പണ്ട് ഇവിടെത്തെ ബിൽഡിങ്സ് എല്ലാം റെഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് കാണാൻ ഭയങ്കര എക്സ്പെൻസീവ് ലുക്കും നല്ല ഒരു ഭംഗിയായിരുന്നു. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ റെഡ് കളറിലെ ഒരു പെയിൻറ് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പണ്ടൊരു മൈൻ ഉണ്ടായിരുന്നു. ആ മൈനിൽ വരുന്ന ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് കൊണ്ടിട്ട് അവരുണ്ടാക്കിയതാണ്. വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ റെഡ് കളർ പെയിൻറ്. അപ്പോൾ ഈ റെഡ് കളർ പെയിൻറ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ആ സ്വീഡൻ്റെ ട്രഡീഷനിൽ തന്നെ ഈ റെഡ് കളർ പെയിൻറ് വരാൻ കാര്യം. ഇതാണ് വാസ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഇവിടുത്തെ ഒരു മിനിയേച്ചർ ഫോമാണ് ആ ഷിപ്പിൻ്റെ. ഈ ഷിപ്പ് 1628 സ്വീഡിഷ് നേവിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഷിപ്പാണ്. ഇത് വളരെ കാലം എടുത്ത് പണിതൊരു വാർഷിപ്പാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് സ്വീഡിഷ് ഹാർബറിൽ നിന്ന് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 10 മിനിറ്റ് പോലും അത് മുമ്പോട്ട് പോയില്ല. അതിനു മുമ്പ് അതിൽ വെള്ളം കയറി അത് താഴോട്ട് മുങ്ങി പോവായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ റെക്കായത്, പെട്ടെന്ന് വെള്ളം കയറി ഇത് ടിൽറ്റ് ചെയ്തതെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല.
അതിപ്പോൾ അവർ അത് റെക്കാവാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ടോൾ ആയിരുന്നു, മാത്രമല്ല ഹെവി ആയിരുന്നു, പിന്നെ അടിവശം അത് ഫ്ലാറ്റ് അല്ലായിരുന്നു. അങ്ങനത്തെ റീസൺസ് ഒക്കെയാണ് ഇപ്പോൾ അവരത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ഫ്രണ്ടിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന എംബ്ലം ഒക്കെ സ്വീഡിഷ് നേവിയുടെ ആയിരിക്കാം. എന്ത് രസമായിട്ടാണ് അതിൻ്റെ ഓരോ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇത് 333 വർഷം ബാൾട്ടിക് സീയുടെ അകത്ത് കിടന്നിട്ട് 1961 ഇതിനെ എടുത്ത് ഇതേപോലെ പ്രിസർവ് ചെയ്ത് ഇവർ വെച്ചത്. അപ്പം അതിന് കേടുപാടുകളൊന്നും അധികം സംഭവിച്ചിട്ടില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ബാൾട്ടിക് സീയിൽ സോൾട്ടിൻ്റെ കണ്ടന്റ് വളരെ കുറവാണ്, പിന്നെ വുഡിനെ നശിപ്പിക്കുന്ന ഓർഗാനിസംസും വളരെ കുറവാണ്. അത് കാരണമാണ് ഇവർക്ക് ഇത് ഇത്രയും നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റിയത്. ഇത് നമുക്ക് സ്റ്റോക്ക്ഹോമിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മ്യൂസിയം ആണെന്ന് ഞാൻ പറയുള്ളൂ. വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് സ്റ്റോക്ക്ഹോമിൻ്റെ ഓൾഡ് ടൗൺ ആയ ഗംല സ്റ്റാൻഡ് അവിടെ എത്തി. ഞങ്ങൾ 2-3 പ്രാവശ്യം അവിടെ വന്നതാണ്, എന്നാലും വീണ്ടും ഒന്നും കൂടി അതിലേക്കൂടിയൊക്കെ പോകണം എന്ന് തോന്നിയിട്ട് ഞങ്ങളിങ്ങനെ ചെറിയ നാരോ ആയിട്ടുള്ള സ്ട്രീറ്റുകളും അങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോയി. അപ്പോൾ ഒരു ചെറിയ പള്ളി കണ്ടു. ആ പള്ളിയുടെ അകത്ത് കയറി നോക്കി. അപ്പോൾ അവിടെ ആരും ഇല്ല, വളരെ കാമായിട്ടുള്ളൊരു സ്ഥലം ചാരി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അകത്ത് പോയിരിക്കാം, കുറച്ചു നേരം അവിടെ പ്രാർത്ഥിക്കാം എന്ന്. ആരും ഇല്ല അവിടെ. അപ്പം ഞങ്ങളും അകത്ത് കയറിയിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടു. യൂറോപ്പിൽ വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര നടക്കാൻ പറ്റും നമുക്ക് അത്രയും കാണാൻ പറ്റും. അപ്പം നമ്മൾ വണ്ടി എടുത്താലും നമ്മൾ എന്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്താലും ധാരാളം നടക്കേണ്ടി വരും. ഈ ചെറിയ നാരോ ആയിട്ടുള്ള സ്ട്രീറ്റിൽ കൂടിയൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാണ്. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ വളരെ പഴയ ബിൽഡിങ്സ് ആണ്, 1600s ഉള്ള ബിൽഡിങ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസമുള്ള ഒരു വീടുകളൊക്കെയാണ്. എല്ലാത്തിലും വളരെ മോഡേൺ ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് അവിടെയൊക്കെ ഒരുവിധം എല്ലാം നമ്പർ ലോക്കും ഒക്കെ ആയിട്ടുള്ള വീടുകളൊക്കെയാണ്. നമ്മൾ അതൊക്കെ ഇങ്ങനെ അടുത്ത് പോയി എല്ലാം ഒബ്സർവ് ചെയ്തൊക്കെ ഇങ്ങനെ നടന്നു. എത്ര ചെറിയ വഴി കൂടി പോയാലും ഒരു വൃത്തികേടും ഇല്ല. എല്ലാ സ്ഥലത്തും കുറേ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു ഇലക്ട്രിസിറ്റി വയറുകളോ അതും ഇതും ഒന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ സ്ട്രീറ്റ്സ് ഇത്രയും ഭംഗിയാവാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ വളരെയധികം ചെറിയ വഴിയാണ്. എത്ര നാരോ ആണെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് സ്റ്റെപ്പൊക്കെ വെച്ച് നീറ്റായിട്ട് എല്ലാം, ഒരു വേസ്റ്റ് പോലും അവിടെ ഒന്നും ഇല്ല. അതിൻ്റെ സൈഡിലൊക്കെ വീടുകളും ജനലൊക്കെ തുറന്നിട്ടുന്നുണ്ട് ആൾക്കാർ. അപ്പം ഇവരുടെ ആ ഒരു സിസ്റ്റം വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പഴമ ഒട്ടും വിടാതെയാണ് പുതിയ ടെക്നോളജിയൊക്കെ അവർ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഓരോ ക്യൂട്ടായിട്ടുള്ള കെഫേസും അങ്ങനെ ധാരാളം ആളുകൾ അവിടെ ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെയൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്കിങ്ങനെ നടക്കാൻ എത്ര വേണമെങ്കിലും നടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. സ്റ്റോക്ക്ഹോമിൽ ചില മെട്രോ സ്റ്റേഷൻസൊക്കെ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റീവായിട്ടൊക്കെ ഉള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ മെട്രോയിൽ യാത്ര ചെയ്തെങ്കിലും അങ്ങനത്തെ സ്റ്റേഷനൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ ഇന്ന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് 1-2 സ്റ്റേഷനിൽ ഞങ്ങൾ വെറുതെ മെട്രോയിലിങ്ങനെ കയറി അത് കാണാനായിട്ട് വന്നു. ശരിക്കും ഒരു ആർട്ട് മ്യൂസിയത്തിൽ എത്തിയ പോലെ നമുക്ക് ഫീൽ ആവും. എത്ര നീറ്റായിട്ട് അവർ നല്ല ഭംഗിയായിട്ട് അത് പെയിൻ്റൊക്കെ ചെയ്ത ഒരു കേവിനകത്ത് ഉള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു മെട്രോ സ്റ്റേഷനാണിത്. ടി സെൻട്രാൽ എന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര്. ഇത് സോൾന സെൻട്രം എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഈ സ്റ്റേഷൻ മുഴുവൻ ഇങ്ങനെ റെഡ് ആൻഡ് ഗ്രീൻ ആണ്. ഓരോ സ്റ്റേഷൻസും ഓരോ തീം അനുസരിച്ചാണ് അവർ ചെയ്യുക. ഇതെന്തോ നേച്ചർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാ മെട്രോ സ്റ്റേഷൻസും അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ 3-4 ഇനിയുണ്ട് 2-3 നല്ല സ്റ്റേഷൻസ്. ഞങ്ങൾ 2 പോയുള്ളൂ. പിന്നെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വേണമെങ്കിലും 75 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അതേ ടിക്കറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതും കുറച്ച് ലാഭമാണ്. കാര്യം നമുക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എത്ര വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും പോകാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വെളിയിലൊക്കെ ഒന്ന് കറങ്ങി വെറുതെ നടന്നു. ആ സൈഡിൽ ഉള്ള കുറച്ച് മാർക്കറ്റുകളും അതും ഇതുമൊക്കെ ഒന്നിങ്ങനെ ചുറ്റി നടന്നിട്ട്
വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ വെറുതെ നടന്നിങ്ങനെ പോയി. ശരിക്കും രാവിലെ തൊട്ട് നടക്കുന്നതായതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വളരെ ടയേർഡാവും. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ വിട്ടിട്ടായതുകൊണ്ട് നമുക്ക് മെട്രോ കയറിയിട്ട് വേണം പിന്നെ ബസ്സിൽ പോകാനായിട്ട്. നമ്മൾ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെ ഒരു വലിയ ലോഞ്ച് പോലെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ആ വെയിറ്റിംഗ് ഏരിയയുടെ അപ്പുറത്തെ സൈഡ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ നമ്പറുകൾക്കും വേണ്ടിയിട്ട് ഓരോ കൗണ്ടർ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഉള്ള ബസ്സിൻ്റെ ഡ്രൈവർ വരുമ്പം ആ ഡ്രൈവറാണ് നമുക്ക് ഡോർ തുറന്നു തരിക. നമ്മളവിടെ പോയി നിൽക്കുകയോ തള്ളുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഡോർ തുറന്നു വരുമ്പോൾ നമുക്ക് ബസ് ഡയറക്റ്റായിട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ അന്ന് തിരിച്ചു പോയി. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.